ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയൊരു റിക്രൂട്ട്മെന്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതായത് ഓൾറെഡി അതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എത്തി. ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 27 സ്റ്റാർട്ട് ചെയ്യുന്ന ISRO റിക്രൂട്ട്മെന്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ISROയിലെ റിക്രൂട്ട്മെന്റ് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ISRO നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ്. സോ അതിന്റെ എലിജിബിലിറ്റിയും എന്താ പറയാ, എന്തൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അല്ലെ, നല്ലൊരു പ്രസ്റ്റീജിയസ് ആയിട്ടൊരു ജോബ് തന്നെയാണ് ISRO എന്ന് പറയുന്നത്. അതിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെ. സോ ഇതിന്റെ റിക്രൂട്ട്മെന്റ് ബോഡി എന്ന് പറയുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ആണ്. അഡ്വർടൈസ്മെന്റ് നമ്പർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. വേക്കൻസീസ് എന്ന് പറയുന്നത് 242 വേക്കൻസി, 242 പോസ്റ്റ് അല്ലെങ്കിൽ 242 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. NDT വേക്കൻസി ആണ്, നമുക്ക് ഇനി കൂടാം. ഓക്കെ, പേ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 4 ആണ്. അതായത് ലെവൽ 4 എന്ന് പറയുമ്പോൾ ലെവൽ 4 എക്സാം ആണ്. 25,500 തൊട്ട് 81,100 വരെയാണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. ബേസിക് സാലറി ആണ് 25 പറഞ്ഞാലും നമുക്കറിയാമല്ലോ, നമുക്കൊരു 50+ എന്തായാലും പോകുന്ന ഒരു പോസ്റ്റ് ആണ്. ആൻഡ് ജോബ് ലൊക്കേഷൻ വരുന്നത് നമുക്കറിയാം, ISRO സെന്റേഴ്സ് എവിടേക്ക് ഉണ്ടോ അവിടേക്കായിരിക്കും. ഓൾ ഇന്ത്യ ലെവലാണ് വരുന്നത്. ISRO സെന്റേഴ്സിലാണ് നമുക്ക് പോസ്റ്റിംഗ് വരിക. ലാസ്റ്റ് ഡേറ്റും നോട്ടിഫിക്കേഷൻ ഡേറ്റും ആണ് പറയുന്നത്. അതായത് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു, നമുക്ക് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് ജൂലൈ 27 ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 16 ആണ്. ഓക്കെ, അപ്പോൾ അധികം ടൈമില്ല. ജൂലൈ 27 നോട്ടിഫിക്കേഷൻ വരും, നമുക്ക് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 16 ആണ്. ഓക്കെ, സോ ഇനി ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ISRO വിളിച്ചത് നമുക്ക് നോക്കാം. ISRO വിളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ആണ്. ISRO അസിസ്റ്റന്റ് ആണ്. രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ UDC അപ്പർ ഡിവിഷൻ ക്ലർക്ക് ആണ്. ദെൻ മൂന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് അഥവാ JPA. നാലാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെനോഗ്രാഫർ ആണ്. നമ്മുടെ SSCയിലും നമ്മൾ സ്റ്റെനോഗ്രാഫർ ഒക്കെ വിളിക്കും, ഇത് ISROയിലെ സ്റ്റെനോഗ്രാഫർ. സോ ഈ 4 പോസ്റ്റുകൾക്കിലേക്കാണ് ഇപ്പോൾ നമ്മുടെ റിക്രൂട്ട്മെന്റ് നടക്കാൻ പോകുന്നത്. ഇനി ഇതിന്റെ വേക്കൻസിയും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. ടോട്ടൽ 242 വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞതിലും അതിൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ അപ്പർ ഡിവിഷൻ ക്ലർക്ക് പോസ്റ്റ് 135 ആണ്. പോസ്റ്റ് 135 ഓഡ് നമ്പേഴ്സ് ഓർത്താൽ മതി. 135 അസിസ്റ്റന്റ് വേക്കൻസി എന്ന് പറയുന്നത് 150 വേക്കൻസി നമുക്ക് ഉണ്ട്. ഇനി ഇതിനകത്ത് വേക്കൻസി എന്ന് പറയുന്നത് ലൈക്ക് എല്ലാവർക്കും ജനറൽ OBC അങ്ങനെ വരുമ്പോഴത്തേക്കും വേക്കൻസി കുറയും, അതറിയാമല്ലോ. ദെൻ ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് സ്റ്റെനോ അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർ 2 പോസ്റ്റ്, അതിന് 246 ആ പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത് 246 ആണ്. അതിന്റെ വേക്കൻസി എന്ന് പറയുന്നത് 92 വേക്കൻസി ആണ്. ഓക്കെ, അതിന്റെ വേക്കൻസി എന്ന് പറയുന്നത് 92 ആണ്. ടോട്ടൽ 242 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാം. ISRO എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു ഇതല്ലേ, അപ്പൊ എന്തെങ്കിലും ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഹൈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ആണോ ഇതിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അസിസ്റ്റന്റ് UDC, അസിസ്റ്റന്റും UDC പോസ്റ്റിനും അവർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് a graduation degree with a minimum of 60% or a 6.32/10 CGPA, completion within the prescribed duration and computer proficiency. അതായത് ഒരു ഡിഗ്രി മതി. 60% മാർക്ക് നിങ്ങൾക്ക് ഡിഗ്രിക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ CGPA പറയുമ്പോൾ 6.32 നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി. കാരണം ഇതിന് സ്കിൽ ടെസ്റ്റ് വരും. ഓക്കെ, അതുകൊണ്ട് അവർ അങ്ങനെ ലൈക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യാനൊന്നും ചോദിക്കുന്നില്ല, കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി വേണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതാണ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ UDC പോസ്റ്റിനുള്ള നിബന്ധന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് ആൻഡ് സ്റ്റെനോഗ്രാഫർ, അറിയാമല്ലോ. സ്റ്റെനോഗ്രാഫർ എന്ന് പറയുമ്പോൾ സ്റ്റെനോയുടെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. requires a graduation with a 60% mark or a 6.32 CGPA or അതല്ല ഡിഗ്രി അല്ലാതെ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ ഓർ സെക്രട്ടറിയൽ പ്രാക്ടീസ് വിത്ത് ദ സെയിം മിനിമം മാർക്ക്.
ഈ സെയിം മാർക്കോട് കൂടി ഡിപ്ലോമ ഏതിലാണ്, കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ സെക്രട്ടറിയൽ പ്രാക്ടീസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്റ്റെനോഗ്രാഫർ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റെനോയുടെ ടൈപ്പിംഗ് നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ഡിഗ്രി 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിന് അപ്ലൈ ചെയ്യാം, ISROയിൽ ജോലിക്ക് കയറാൻ പറ്റും. ഓക്കെ, ഇനി വന്നിട്ട് ഇതിന്റെ ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ മാക്സിമം ഏജ് എന്ന് പറയുന്നത് 28 വയസ്സാണ്. OBC കാൻഡിഡേറ്റിന് 31, SC STക്ക് ആണെങ്കിൽ 33 വയസ്സുമാണ് ഇതിനകത്ത് ഏജ് റിലാക്സേഷൻ വരുന്നത്. ഓക്കെ, സോ നമ്മൾ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നും നിങ്ങളുടെ ഏജും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇതിന്റെ എക്സാം എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ISROയുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്ന 2 എണ്ണം ഉണ്ട്. ഒന്ന് റിട്ടൺ ടെസ്റ്റും 2 സ്കിൽ ടെസ്റ്റും ആണ്. അറിയാലോ, സ്റ്റെനോ വരുമ്പോഴത്തേക്ക് അവിടെ സ്കില്ല് വരും. സോ റിട്ടൺ ടെസ്റ്റും ഉണ്ട്, സ്കിൽ ടെസ്റ്റും ഉണ്ട്. അതിൽ റിട്ടൺ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ പഠിക്കുന്ന SSC റെയിലേക്കൊക്കെ പഠിക്കുന്ന സെയിം പാറ്റേൺ ആണ്. ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ്, GK എല്ലാം 50 ക്വസ്റ്റ്യൻ വീതമാണ്, 50 മാർക്കുമാണ്. ടോട്ടൽ 120, അതായത് 2 മണിക്കൂർ 120. ഓക്കെ, 2 മണിക്കൂറാണ് പരീക്ഷ. ടോട്ടൽ 200 മാർക്കിനാണ്. 200 ക്വസ്റ്റ്യൻ, 200 മാർക്ക്, 2 മണിക്കൂർ. 0.25 ആണ് നെഗറ്റീവ് വരിക. ഓക്കെ, അതാണ് റിട്ടൺ ടെസ്റ്റ്. ഇനി നിങ്ങൾ റിട്ടൺ ടെസ്റ്റ് പാസ്സാകുവാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന എന്തായിരിക്കും, സ്കിൽ ടെസ്റ്റ് ആയിരിക്കും. സ്കിൽ ടെസ്റ്റിന് നമ്മൾ എല്ലായിടത്തും പറയുന്ന പോലെയല്ല, സ്റ്റെനോടെ അറിയണം. അതുകൂടാതെ MS വേർഡ് ഓൾറെഡി ഒരു പറയുന്നുണ്ട്, പ്രൊവിഷൻസി ഇൻ കമ്പ്യൂട്ടർ. ആ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് വേർഡ്, എക്സൽ, പവർ പോയിന്റ്. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് ഓർത്തോണേ, വേർഡ്, എക്സൽ, പവർ പോയിന്റ് 35 മാർക്ക് വീതമാണ്. 60 മിനിറ്റ്, 1 മണിക്കൂറാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിലും ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ 27-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു എക്സാമിന് ഡിഗ്രി ഉണ്ടോ, 60% മാർക്ക് നിങ്ങൾക്കുണ്ട്, ഏജ് ലിമിറ്റും ഓക്കെ ആണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് അയക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം നല്ലൊരു പോസ്റ്റാണ്. ISRO കീഴിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. നമുക്ക് 2 ടയർ പരീക്ഷയൊന്നുമില്ല, ഒറ്റ ടയർ പരീക്ഷയാണ്. റിട്ടൺ ടെസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. റിട്ടൺ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കിൽ ടെസ്റ്റിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ നോർമൽ SSC പാറ്റേണും ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഇത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് എനിക്ക് തോന്നുന്നു 500 രൂപ എന്താണ്, അതിൽ 400 രൂപയും നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്